my dear friends, welcome to Taste of Kerala. കേരളത്തിൻ്റെ അനന്തമായ രുചിക്കൂട്ടുകൾ അന്വേഷിച്ച് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ള ചാല ബസാറിലാണ്. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായിരുന്നു ഈ ചാല ബസാർ. ഞാനിപ്പോൾ അകത്തെ കാഴ്ചകൾ കാണാൻ പോകുന്നു, കൂടുന്നു എന്നോടൊപ്പം. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാവാം ഇന്നത്തെ രുചി തേടിയുള്ള യാത്ര. റെഡി? തന്നെ ആശ്രയിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മീനായാലും ഇറച്ചിയാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട്, എപ്പോഴും ഗാർഡൻ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ നീര് തെറിക്കുന്ന തരത്തിലുള്ള വെജിറ്റബിൾസാണ്. അത്രയും ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ചാലയിലുള്ളത്. ഇത് ക്യാബേജ് ആണ്, രണ്ട് ടൈപ്പ് ക്യാബേജ് ആണ്. ഇത് ഊട്ടിക്കോസും ഇത് ചട്ടിക്കോസും. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, ഇത് ഊട്ടിയിൽ നിന്ന് വരുന്നു. ഈ ഊട്ടിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഇതിന് ഊട്ടിക്കോസ് എന്ന് പേര് വന്നത്. അത് മാത്രമല്ല, ഇതിന് വില കൂടുതലാണ്. ഇതിന് 12 രൂപയും ഇതിന് 10 രൂപയും ഇതിന് 8 രൂപയും അല്ലേ? ഇത് കിലോ 10 രൂപ, ഇത് 8 രൂപ. ഇവിടെ ഇങ്ങനെ നടന്ന് സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് പല പല തമാശകൾ നമുക്ക് കാണാൻ പറ്റും. ചേട്ടൻ ഇവിടെ കച്ചവടം നടത്തുന്ന പല ഡയലോഗുകൾ വെച്ചിട്ടാണ്. പാവപ്പെട്ടവൻ്റെതെല്ലാം 5, പാവപ്പെട്ടവൻ്റെതെല്ലാം 5. പിന്നെ 1.5 കിലോ ബലൂൺ കത്തിരി 10. 1.5 കിലോ ബലൂൺ കത്തിരി. അപ്പൊ അകത്തൊന്നും ഉണ്ടാവില്ല ചേട്ടാ. കൊച്ചുള്ളി 2020. കൊച്ചുള്ളി 2020. അപ്പോൾ ഈ നമ്മളിങ്ങനെ 1 കിലോ 20. അപ്പോൾ കൊച്ചുള്ളി 2020. അതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പല തമാശകൾ ഇതുപോലെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ചാലയ്ക്കുള്ളിൽ കടന്നിരിക്കുകയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന അതേ രീതിയിൽ ആണ് ഇപ്പോഴും ഈ ഷോപ്പുകൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴറിയാം, ഒരു പ്രത്യേക സെറ്റപ്പാണ്. ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലെ ചില മാർക്കറ്റുകളെ ഓർപ്പിക്കുന്ന രീതിയിലാണ് ഈ ചാല മാർക്കറ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നല്ല വിശപ്പായി, കാരണം കിലോമീറ്ററുകളോളം മാർക്കറ്റാണ്. നടന്നപ്പോഴത്തേക്ക് തളർന്ന് വിയർത്ത് മേക്കപ്പൊക്കെ ഒലിച്ചു പോയി. ഇനി എന്തെങ്കിലും ഇതെന്റെ മോള്. മോളുടെ പേരെന്താ? അൽന. മോളുടെ ഇത് അച്ചുവിന്റെ ഫ്രണ്ടാണ്, എന്റെ നൈബറിന്റെ മോളാണ്. എന്തൊക്കെയാ നമ്മുടെ ഡിഷ്? നമ്മുടെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഉണക്കച്ചെമ്മി മുളകിട്ടത്, ഉണക്കച്ചെമ്മി മുളകിട്ടതും ഇടിച്ചക്ക തോരനുമാണ്. അതെന്താ സംഭവം? ഇടിച്ചക്ക തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചക്ക ഉണ്ടായി വരുന്ന പ്രായത്തിൽ അതിന്റെ കുരു ഉറക്കാതെ വരുമ്പോൾ ആ പാകത്തിലെടുത്ത് വേവിച്ച് ഉടച്ച് വേവിച്ചിട്ട് ഇടിച്ച് കമ്മിയിൽ വെച്ച് ഇടിച്ചിട്ട് തോരനുണ്ടാക്കുന്നത്. ഒരു കാണിച്ചു തരാം. അങ്ങനെ ഒരു തോരനുണ്ടോ? അല്ല, ചക്ക ഈ നമ്മള് വിളഞ്ഞ ചക്ക എടുത്തിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് ആ കുരുവോട് കൂടി മടല് മാത്രം ചെത്തിയിട്ട് ചെയ്യുന്നത്. കാണിച്ചു തരാം, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗോതയിലേക്ക് പോയാൽ മതി. വിശാലമായ തീരദേശം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നീളത്തിന് തീരദേശമുണ്ട്. അതുകൊണ്ട് എന്താ, നല്ല മത്സ്യസമ്പത്തുമുണ്ട്. അപ്പോൾ ഒരുപാട് ഫിഷ് കഴിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും പോയി മത്സ്യം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ തീരത്തുനിന്ന് പിടിക്കുന്ന മീൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറൊരു സ്ഥലത്തും കിട്ടില്ല. ഞാൻ വെറുതെ പറയല്ല, ഇത് ഫാക്റ്റാണ്. വേറെ എവിടെ പോയി, ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് കിങ് ഫിഷ് കഴിച്ചു നോക്കിയാലും ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്ന ആ നെയ്മീൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു സ്ഥലത്ത് ചെന്നാലും കിട്ടില്ല. നമ്മുടെ ഇന്നത്തെ ഡിഷിനെ പറ്റി പറയാം. എറണാകുളം സ്റ്റൈൽ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് അഞ്ചു ചേച്ചി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താ? ചെമ്മീൻ മുളകിട്ടത്.
ചെമ്മീൻ മുളകിട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ഡിഷാണ്, കുറച്ച് സ്പൈസിയാണ്. ചാലേന്ന് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിയർത്ത് മേക്കപ്പ് ഒക്കെ പോയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ആ വന്ന ബ്രേക്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചേച്ചി കപ്പ ബിരിയാണി വെച്ചേക്കുന്നു. അപ്പോൾ അത് അടിച്ച് മാക്സിമം ഫില്ല് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാനായി. ഇനി ഊണ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ മുളകിട്ടതും പിന്നെ എന്താ ഒരു ഡിഷ് കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക തോരൻ. അപ്പൊ 2 തനി നാടൻ ഡിഷുകളാണ്, അതും കേരളത്തിൽ മാത്രം കിട്ടുന്ന 2 തനി നാടൻ ഡിഷുകളാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ചെമ്മീൻ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ വാലും അതിന്റെ തലയൊക്കെ നുള്ളി കളഞ്ഞ് അതിന്റെ അടിയിലത്തെ കാലൊക്കെ ഉണ്ട്, അതൊക്കെ നുള്ളി നല്ല നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത്തിരി ഉപ്പ് തളിച്ചിട്ട് അതിങ്ങനെ പിഴിഞ്ഞ് വെക്കും. അത് പിഴിഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന്റെ സൈഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യും. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് മണലുണ്ടാവും. അതെങ്ങനെ കളയും? അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേറെ പാത്രത്തിനകത്തേക്ക് ഇത് പിഴിഞ്ഞ് മാറ്റി 2-3 തവണ ആക്കുമ്പോൾ അതിന് അടിയിൽ ഊറി നിൽക്കും. അപ്പൊ പാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് വീണ്ടും അത് കഴുകി മാറ്റി 2-3 തവണ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കും, അടിയിൽ പൊക്കും. കറക്കി ഇങ്ങനെ റൗണ്ടിൽ കറക്കി എടുത്തിട്ട് അതിങ്ങനെ മാറ്റി വേറെ പാത്രത്തിനകത്ത് അങ്ങനെ എടുത്തു. ഇതുപോലെ തന്നെ നേരത്തെ ഒരു ഉണക്കക്കൊഞ്ചിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരുന്നു. അത് ചെട്ടികുളങ്ങര അമ്പലത്തിൽ ഭരണിയുടെ അന്ന് എല്ലാ വീടുകളും ആ ഏരിയ ഓണാട്ടുകരക്കാർ മുഴുവൻ അന്ന് ഈ കൊഞ്ചുമാങ്ങയും വെക്കും. ആ കൊഞ്ചുമാങ്ങയും വെച്ച് കഴിഞ്ഞാൽ എത്ര തീയിട്ട് കഴിഞ്ഞാലും അത് അന്നത്തെ ദിവസം കരിഞ്ഞ് അടിയിൽ പിടിക്കില്ലെന്നാണ് അവരുടെ വിശ്വാസം. എന്ന് വെച്ചാൽ ആ ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അന്നുണ്ടാക്കുന്ന കൊഞ്ചുമാങ്ങയും അടിയിൽ പിടിക്കില്ലെന്നാണ്. അതിന് ഒരു കഥയൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം ഇന്ന് ഇതിനകത്ത് എന്തെങ്കിലും കഥ ഉണ്ടോ ചേച്ചി? കഥയൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ചെറിയ കഥകളൊക്കെ പറയാം അല്ലേ? ഞങ്ങളുടെ വീട്ടില് നോർമലി അമ്മമാരൊക്കെ കൂടുമ്പോ കള്ളു കുടിക്കും. അപ്പൊ അവര് ആ സമയത്തുള്ള ടച്ചബിൾസ് ആണ്. ശരി, ഇതിനകത്ത് ചെറിയ ഉള്ളിയാണ് അല്ലേ? ചെറിയ ഉള്ളിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം ചെറിയ ഉള്ളി ഇതിന്റെ അതേ അളവിൽ ചെറിയ ഉള്ളി എടുക്കണം. ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മുളക് ഇടിച്ച മുളകാണ് ഇടുന്നത്, പൊടിയല്ല. പിന്നെ തേങ്ങ ചെറുകിയത് ഇടുന്നത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിന്റെ തലയും വാലും അടിയിലത്തെ പാർട്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് നല്ല ചെമ്മീനും കൂടി ഇട്ടിട്ട് അത് വറുത്ത് ഉള്ളിയും വറുത്ത് സ്പെഷ്യലായിട്ട് മാറ്റി അത് ക്ലീൻ ചെയ്ത് അതിന്റെ കൂടെ ഇത് പൊടിച്ച് ചേർത്തിട്ട് തേങ്ങയും കൂടി ചേർത്തായിരിക്കും ചമ്മന്തിയാവും. അത് ശരി. അപ്പൊ രണ്ട് ടൈപ്പ് ഒരേ സമയം ഇതിന്റെ ബാലൻസ് കൊണ്ട് അതും ചെയ്യാം. ഓക്കെ. അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേച്ചിയുടെ മാമന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊഞ്ചിന്റെ റെസിപ്പിയാണ് അല്ലേ? ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഉണക്ക ചെമ്മീൻ, ഇതെടുക്കുന്ന അതേ അളവിൽ തന്നെ ചെറിയ ഉള്ളി ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് ഇടിച്ചെടുക്കണം. അത് വറക്കണ്ട, വെയിലത്ത് വെച്ച് വെറുതെ കുറച്ച് മുളക് ഉണക്കിയിട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മതി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എല്ലാവരും നമ്മൾ ചെയ്യുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് വറക്കുന്നത്. അപ്പൊ നമുക്ക് ആ വെളിച്ചെണ്ണ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെറുതെ അങ്ങിട്ടൊന്ന് ചെറുതായിട്ട് വറുത്ത്. അപ്പൊ ഇത് ചെയ്യാനും വറുത്തെടുക്കണം അല്ലേ? വറുത്തെടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ചൂയിങ് ഭയങ്കര സോഫ്റ്റ് ആയി പോകും. പിന്നെ ശരിക്കും അങ്ങ് ക്രിസ്പി ആവില്ല. ആദ്യം ഫസ്റ്റ് വരുമ്പോൾ ഒരു വൈറ്റിഷ് ആയിട്ട് അങ്ങ് വരും. ഇതിന്റെ ഈ മീറ്റ് മാത്രമല്ല, ഇതിന്റെ പരിപ്പ് എന്ന് പറയുന്നത്, ചെമ്മീൻ പരിപ്പ് എന്ന് അതിനെ പറയുന്നത്. ഈ സാധനത്തിന് ചെമ്മീൻ പരിപ്പ് എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ചേച്ചി നുള്ളി ക്ലീൻ ചെയ്ത ഈ ചെമ്മീന്റെ പരിപ്പെന്നാ പറയുന്നത്. അപ്പൊ ചേച്ചിക്ക് ചെമ്മീന്റെ പരിപ്പ് എടുത്ത് വെച്ചേക്കാണ്. അതിന്റെ തലയും വാലും കാലും ഒക്കെ നുള്ളിക്കളഞ്ഞ് ചെമ്മീന്റെ പരിപ്പ് എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ ഈ ചെമ്മീന്റെ പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം. സാധാരണ എണ്ണ ഉപയോഗിച്ച് വറുക്കാറുണ്ട്, പക്ഷെ ഇവിടെ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. തലയും വാലും ഒക്കെ നുള്ളിക്കളഞ്ഞ് ചെമ്മീൻ്റെ പരിപ്പെടുത്ത് ചട്ടിയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ഇനി ഒരു ഇത് വറുത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം വൈറ്റ് കളറായിരിക്കും അല്ലേ? അതിൻ്റെ പുറം ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിൻ്റെ കളറ് പതിയെ മാറി വൈറ്റ് കളറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ കൊഞ്ചിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലേ? അതെ, വലിയ കൊഞ്ചാണത്. ഏകദേശം ഇതിലും പൊടി ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഇതിലും പൊടി പൂപ്പാന്ന് പറയുന്നത്. അത് ജസ്റ്റ് കഴുകി എടുത്താൽ മതി, അതിന്റെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല. അത് ഇതുപോലെ തന്നെ, പക്ഷെ അത് ഒരുപാട് ക്വാണ്ടിറ്റി വേണം. ഉള്ളി കുറവ് മതി. അത് നന്നായിട്ട് ഉള്ളി ഇട്ട് വഴറ്റി നന്നായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഡ്രൈനെസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചെമ്മീൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത്തിരി എണ്ണ നമ്മളിങ്ങനെ ഒഴിക്കും. അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കുന്നില്ല, ആദ്യം വെറുതെ നമ്മൾ ആ ഉപ്പിട്ട് പിഴിഞ്ഞു വെച്ചേക്കുന്ന ചെമ്മീൻ നേരെ ചട്ടിയിലേക്ക് ഇട്ടു. അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലെ ഈർപ്പൊക്കെ പോയി അത് ചെറിയ വൈറ്റ് കളറായി മാറി. അതിനുശേഷം അതൊന്ന് വകഞ്ഞു വെച്ച് ആ ചട്ടിയുടെ 4 ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനുള്ളിലൊരു 2-2.5 സ്പൂൺ എണ്ണ ഒഴിച്ച് ഇപ്പോൾ ആ എണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്.
സ്മെല്ലില്ലേ കലേഷ്? പിന്നെ ആൾക്കാരൊക്കെ ഇപ്പം കളിയാക്കാൻ തുടങ്ങി, സ്മെല്ലില്ലേ കലേഷ് എന്ന് ചോദിച്ചിട്ട്. അതല്ല, ഇതിനൊരു പ്രത്യേക മണം ഉണ്ട്. വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, കാരണം ഓയിലൊക്കെ ചെയ്താൽ അതിന് ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. നല്ലൊരു കളർ വ്യത്യാസം വന്ന് മൂത്ത് വന്നിരിക്കാൻ, ചെമ്മീൻ നന്നായിട്ട് മൂത്തു. ഇനി ഈ ചട്ടിയിൽ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് വറുത്തെടുത്ത ചട്ടിയിൽ തന്നെയാണ് അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ഈ ചട്ടിയിൽ നമ്മൾ ചെമ്മീൻ എടുത്തു. ഇനി എന്ത് ചെയ്യുന്നത്, തീ കുറച്ചിട്ട് ചുറ്റും ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ വറുത്തതിന്റെ മൊത്തം പാർട്ടിക്കിൾസ് പറ്റിയിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ അതിന് മുകളിൽ കൂടി ഇങ്ങനെ ചുറ്റി ചോദിക്കണം. മുക്കാൽ ഭാഗമേ വറവായിട്ടുള്ളൂ. അതിനുശേഷം എണ്ണ ഒഴിച്ച് അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റി, ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഒരല്പം ഉപ്പൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു പകുതി ഭാഗം വഴണ്ടി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് കറിവേപ്പിലയും ചേർത്തു. കറിവേപ്പില ചേർക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചധികം കറിവേപ്പില ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വഴണ്ടി വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇത് വഴറ്റി കാത്തിരിക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറിയ ഉള്ളി ചതച്ചാണ് ഇട്ടത്. അപ്പോൾ അരിയുന്നതിനേക്കാളും കൂടുതൽ സമയം വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മുളക് ഇടിച്ചത്, അന്യായ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് അതിൻ്റെ കൂടെ മുളകും നല്ല എരിവുണ്ട്, പിന്നെ ചെമ്മീനും. ഈ ചെമ്മീനൊക്കെ നല്ല മുളകൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നാടൻ ചട്ടിയിലുമാണ് വെച്ചത്. ഉഗ്രൻ ടേസ്റ്റാണ്, അന്യായ ടേസ്റ്റാണ്. ചേച്ചിയുടെ മാമന്മാർ ഇത് കഴിക്കാനാണോ അതോ കള്ളു കുടിക്കാനാണോ വരുന്നത്? രണ്ടും മിക്കവാറും ഇതിലായിരിക്കും, കാരണം അത്ര ടേസ്റ്റാണ്. അഞ്ചു ചേച്ചി, അടുത്ത നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന ഡിഷ് ഇടിച്ചക്ക തോരനാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ചില ചേച്ചിമാർ ടെൻഷനായി. ഈശ്വര, ഇതേത് നാട്ടിൽ കിട്ടും ഈ ഇടിച്ചക്ക എന്നാണെങ്കിൽ ഇതാണ് നമ്മുടെ നാടൻ ചക്ക. കുരു ഉറയ്ക്കുന്നതിന് മുമ്പ് ഏകദേശം ഈ വലിപ്പം ആകുമ്പോഴത്തേക്ക് എടുത്ത് മുറിച്ച് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്നാണ് ചേച്ചി പഠിപ്പിക്കാൻ പോകുന്നത്. ഇടിച്ചക്ക തോരൻ എന്ന് പറയാനുള്ള കാരണം, ഈ ചക്ക ഇതിൻ്റെ ഈ കരിമടലൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഏകദേശം ഈ വലിപ്പമുള്ള കഷ്ണങ്ങളായി മാറ്റിയിട്ട് പുഴുങ്ങിയെടുക്കും അല്ലേ? അതെ അതെ. ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കണം. പ്രഷർ കുക്കറിന് ഇടണം നിർബന്ധമില്ല. ചട്ടിയിൽ അടച്ചു വെച്ച് ഉപ്പിട്ട് ഇച്ചിരി വെള്ളത്തിൽ ചട്ടിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. വെള്ളം വറ്റിച്ചെടുത്താൽ മതി. കഷ്ണങ്ങളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്കിങ്ങനെ വെട്ടിയിട്ടിട്ട് ഇതൊക്കെയാണ് ആ കഷ്ണങ്ങൾ. ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ഇടിച്ചെടുക്കണം അല്ലേ? അമ്മിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് തവി വെച്ച് നല്ലൊരു പ്ലേറ്റ് ഇട്ട് അമർത്തി ഉടച്ചെടുത്താൽ മതി. അത് അമർത്തി ഉടച്ചെടുത്ത് ഞാൻ പ്രോസസ്സ് ചെയ്ത് വെച്ചതാണിത്. ഓക്കെ, ഇനി ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കിയെടുക്കും. ഇതിന്റെ തോരൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സാധാരണ തോരൻ ഉണ്ടാക്കുന്ന സാധാരണ തോരൻ്റെ തന്നെ, പക്ഷെ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ ആ നാരുകൾ അടങ്ങിയത് കൊണ്ട് കഴിക്കുമ്പോൾ ന്യൂട്രീഷ്യസ് ആണ്. ഒന്ന്. രണ്ട്, ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് വെച്ചാൽ പച്ചമുളകിന് കൂടെ ഒരു ഈ
ഇത്തരം മുളകുണ്ടല്ലോ, ഇതിന് ഒടങ്കൊല്ലി മുളക്. സൗണ്ടൊക്കെ താഴ്ത്തി ഒടങ്കൊല്ലി മുളക്. ഇവിടെ എനിക്കറിയില്ല, മാർക്കറ്റിൽ പോകുമ്പോ അമ്മച്ചിമാര് പറഞ്ഞു ഇതിനാ മക്കളെ ഒടങ്കൊല്ലി മുളക് വാങ്ങിച്ചോണ്ട് പോവാ മക്കളെ എന്ന് പറയും തിരുവനന്തപുരം ഭാഗത്തൊക്കെ അമ്മച്ചിമാര്. അപ്പോൾ ഇത് ഒടങ്കൊല്ലി മുളക് എന്ന് പറയും, ചില സ്ഥലത്ത് പാൽമുളക് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പയൊക്കെ ഉടച്ചിറക്കുന്ന സമയത്ത് ഈ ഒരു മുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമുള്ളതാണ്. ഇത് അരപ്പ് ആദ്യം അരച്ചെടുക്കുകയാണോ? എന്തൊക്കെയാണ് അരപ്പിനകത്ത് ചേരുന്നത്? ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഈ മുളക്, ഉപ്പ്, ഇത്രയാണ് അരപ്പിനകത്ത് ചേരുന്നത്. കടുക് വറുക്കാൻ തുടങ്ങുവാണ്. ഈ ഉഴുന്നുപരിപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉഴുന്നുപരിപ്പ് ചുവക്കെ വറുത്തെടുക്കണം. പക്ഷേ അത് ആ ചുവപ്പ് കളർ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കടുക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ചുവക്കെ വറുത്ത് വരും. അതിൻ്റെ കൂടെ തന്നെ മുളകും. അപ്പോൾ അവസാനം ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു. ഇനി സവാളയാണോ ചെറിയ ഉള്ളിയാണോ? ചെറിയ ഉള്ളി ചതച്ചത് അല്ലേ? അതെ, സവാള ഇടാം. ഇതിന് ചെറിയ ഉള്ളി ഇടാം, സവാള ഇടാം, അത് നിങ്ങളുടെ മനോധർമ്മം പോലെ. ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരല്പം ഉപ്പിട്ടു. ഇതിനകത്ത് ഉപ്പിട്ടാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരപ്പ് ചേർക്കും. ഇതാണ് അരപ്പ്. നല്ല മഞ്ഞ കളറിൽ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുളക്. എന്താണ് പറയുന്നത്? ചക്കയുടെ എല്ലാ പോർഷനും ഉപയോഗിക്കാം. ഈ കരിന്തൊലി ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും ഉപയോഗിക്കാം. നമ്മുടെ ഇടിച്ചക്ക തോരൻ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തോരന് അതിൻ്റെ കരിന്തൊലി ചെത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോർഷനും ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ അസ്ത്രം എന്ന് പറയുന്ന ഈ കോട്ടയം ചങ്ങനാശ്ശേരിയൊക്കെ ഭാഗത്ത് അസ്ത്രം എന്ന് പറയുന്ന ഒരു ഡിഷുണ്ട്. അത് നമ്മുടെ പുളിശ്ശേരി പോലെ കുറച്ചുകൂടെ വറ്റിച്ച് വെച്ചതാണ്. ആ അസ്ത്രം ഉണ്ടാക്കാനായിട്ട് പഴുത്ത വരിക്കച്ചക്കയുടെ മടൽ ഉപയോഗിച്ച് അസ്ത്രം ഉണ്ടാക്കാറുണ്ട്. ചേമ്പസ്ത്രമുണ്ട്, ചേനയുടെ അസ്ത്രമുണ്ട്, അതുപോലെ ഈ വരിക്കച്ചക്കയുടെ മടൽ ഉപയോഗിച്ചും അസ്ത്രം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഫ്രൂട്ടാണ് ചക്ക, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട്. നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒടങ്കൊല്ലി മുളകിൻ്റെ മണമാണ് ഈ ഏരിയ മുഴുവൻ വരുന്നത്. കാരണം ഇതിൻ്റെ മെയിൻ ഒരു ഫ്ലേവർ, ആ ഒരു മണം വരുന്നത് ഒടങ്കൊല്ലി മുളകിൻ്റെയാണ് അല്ലേ? എന്തായാലും ഇനി ഉഴുന്നുപരിപ്പ് വറുത്തിട്ടത് അത് കടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു 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 മണം വരുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉടങ്കൊല്ലി മുളകിൻ്റെ ഒരു മണം അത് ഏറ്റവും മുകളിൽ നിൽക്കുന്നുണ്ട്. ശരിക്കൊരു ഫ്ലേവർ വരുന്ന ആ ഉടങ്കൊല്ലി മുളകിൻ്റെയാണ്. പിന്നെ ചക്ക അസൽ ടേസ്റ്റാണ്. കഴിച്ചു നോക്കുക, ഉണ്ടാക്കി നോക്കുക, പുറത്തിറങ്ങി നോക്ക്, വീട്ടിന് പുറത്തിറങ്ങി നോക്ക്, ചുറ്റാ കണ്ണോടിച്ച് നോക്ക്. പ്ലാവിൽ ചക്കയില്ലേ, ചെറിയ ചക്ക പറിക്കേ, ഇന്ന് തന്നെ ചെയ്ത് നോക്ക്. ഉഗ്രൻ ടേസ്റ്റാ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ഉടങ്കൊല്ലി മുളക് കിട്ടുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കപ്പയൊക്കെ ഉടച്ചിറക്കുന്ന സമയത്ത് ഇടുന്ന മുളകാണ്, ആ മുളക് കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യും. ഉഗ്രം ഫ്ലേവർ ആയിരിക്കും. സൂപ്പർ.